തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റിനുമെതിരെ മൊഴിയും നിർണായക തെളിവുകളും തിരൂർ സതീഷ് അന്വേഷണ സംഘത്തിന് കൈമാറി. ബി.ജെ.പി. ജില്ലാ ഓഫീസിൽ നടന്ന കോടികളുടെ കുഴൽപ്പണ ഇടപാടിൽ പണം കൈക്കലാക്കിയ നേതാക്കൾ വാങ്ങിക്കൂട്ടിയ വസ്തുക്കളുടെ വിവരവും പണം ഉപയോഗപ്പെടുത്തിയതിന്റെ രേഖകളും കൈമാറിയതായി തിരൂർ സതീഷ് വ്യക്തമാക്കി. അതേസമയം കേസിൽ തിരൂർ സതീഷ് നൽകിയ മൊഴിയും കൈമാറിയ രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സുനിൽ, കെ സുരേന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണോ ഇനി വ്യാപിക്കാൻ പോകുന്നത്? തുടർ അന്വേഷണം എങ്ങനെയായിരിക്കും? തുടർ നടപടികൾ എങ്ങനെയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ? തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിൽ നിന്നാണ് ഇന്ന് 2.25 മണിക്കൂർ നീണ്ടുനിന്ന മൊഴി രേഖപ്പെടുത്തൽ നടന്നത്. തൃശൂർ പോലീസ് ക്ലബ്ബിലായിരുന്നു മൊഴി രേഖപ്പെടുത്തൽ. ACP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മൊഴിയെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും BJP ജില്ലാ അധ്യക്ഷൻ തൃശൂർ ജില്ലാ അധ്യക്ഷനുമെതിരെ നിർണായക വിവരങ്ങളാണ് സതീഷ് പോലീസിന് മുന്നിൽ അവതരിപ്പിച്ചത്. അതോടൊപ്പം തൃശൂർ ജില്ലാ ഓഫീസിൽ നടന്ന പണമിടപാട് സംബന്ധിച്ച വിശദാംശങ്ങളും പണങ്ങൾ ആരൊക്കെ എവിടേക്ക് കൊണ്ടുപോയി, ആ പണം ഏതു തരത്തിൽ ഉപയോഗിച്ചു, ആ പണം ഉപയോഗിച്ച് വസ്തു വാങ്ങിയതിന്റെ വിശദാംശങ്ങൾ തുടർന്ന കാര്യങ്ങളിലെ എല്ലാ രേഖകളും സത്യസന്ധമായി തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറി എന്നാണ് തിരൂർ സതീഷ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. തിരൂർ സതീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടത്തുമെന്നും ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയെന്നുമാണ് അന്വേഷണ സംഘം പറഞ്ഞത്. ഇന്ന് തൃശൂർ ഓഫീസിൽ തന്നെ ഈ പോലീസ് ക്ലബ്ബിൽ തന്നെ അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേർന്ന് ഈ തിരൂർ സതീഷ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലും ഈ നൽകിയിട്ടുള്ള രേഖകളുടെയും ക്രെഡിബിലിറ്റി സംബന്ധിച്ചുള്ള പരിശോധനകളും നടത്തിയിട്ടുണ്ട്. ഇതിൽ തുടർ പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും മൊഴിയിൽ നൽകിയിട്ടുള്ള വിശദാംശങ്ങളിൽ മറ്റാരെങ്കിലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമോ, സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കളെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ തുടർ അന്വേഷണം ഉണ്ടാകും. കാരണം കോടതി പറഞ്ഞിരിക്കുന്നത്, ഇരിങ്ങാലക്കുട സ്പെഷ്യൽ കോടതി പറഞ്ഞിരിക്കുന്നത് 90 ദിവസത്തിനകം കേസിൽ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.